തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയും നടനും രാഷ്ട്രീയ നേതാവായ വിജയ് നേതൃത്വം നൽകുന്ന TVKയും തമ്മിൽ രഹസ്യ ബാന്ധവമെന്ന സംശയമുയർത്തി VCK അധ്യക്ഷൻ തിരുമാവളവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കരൂരിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരണപ്പെട്ട സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തമിഴ്നാട് പോലീസ് തയ്യാറാക്കാത്തതിന് പിന്നാലെയാണ് ഈ വിമർശനം. കരൂർ സംഭവത്തിൽ TVK ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് എന്ന ആനന്ദിനെതിരെ കേസെടുത്തതിനെ കുറിച്ച് പരാമർശിച്ച തിരുമാവളവൻ വിജയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചോദിച്ചു. വിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തില്ലെന്ന് ബുസി ആനന്ദിനെതിരായ കേസ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ രണ്ടാം നിര നേതാക്കൾക്കെതിരെ കേസെടുത്തത് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ വിജയ്ക്ക് സംരക്ഷണം നൽകിയതായും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. BJPയും വിജയും രഹസ്യ ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് DMK പറഞ്ഞിരുന്നു. പക്ഷേ അവർ വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ DMKയ്ക്കും വിജയ്ക്കും രഹസ്യ ഇടപാടുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. തിരുച്ചിയിലെ ചിത്തിരം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മുൻ മുഖ്യമന്ത്രി K. കാമരാജിന്റെ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തിരുമാവളവൻ. തിരുച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവിടെയും അദ്ദേഹം ഇതേ ആരോപണം തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. തമിഴ്നാട് പോലീസിന്റെ സമീപനത്തെ ഞെട്ടിക്കുന്നതെന്ന് വിശേഷിപ്പിച്ച തിരുമാവളവൻ ആരെയാണ് അവർ ഭയപ്പെടുന്നതെന്നും ആരുടെ സമ്മർദ്ദത്തിലാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന പോലീസ് തീരുമാനത്തിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ആരോപണങ്ങളും ചോദ്യങ്ങളുമായി രംഗത്ത് വന്നത്. BJP സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വിജയെ സംരക്ഷിക്കാനായി ശ്രമിക്കുകയാണ് എന്നും തിരുമാവളവൻ ആരോപിക്കുന്നുണ്ട്. BJP വിജയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അണ്ണാ ഹസാരയെ പോലെ വിജയെ ഉപയോഗിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും ഇത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ പോലീസിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്നും സംശയമുയർത്തുന്നതായും തിരുമാവളവൻ തന്നെ പറയുന്നുമുണ്ട്. നേരത്തെ സെപ്റ്റംബർ 27-ന് കരൂരിൽ വിജയ് പങ്കെടുത്ത പൊതുപരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിജയ് വേദിയിലെത്താൻ വൈകിയിട്ടും ഭക്ഷണവും വെള്ളവും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തിരക്കിന് കാരണമായതായി ആരോഗ്യപ്പെടുകയും ചെയ്തിരുന്നു. അപകടത്തിന് പിന്നാലെ പോലീസ് അനുമതി നൽകിയ ഒരു വേദിയിൽ പ്രസംഗിച്ചതല്ലാതെ താനോ തന്റെ പാർട്ടിയോ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു വിജയുടെ വാദം. ഇതിനു പിന്നാലെ താരത്തിനെതിരെ പോലീസ് കേസെടുക്കുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ വിജയെ കേസിൽ പ്രതി ചേർക്കേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനമുണ്ടായത്. ഇതാണ് ചിലരുടെ വിമർശനത്തിന് കാരണമാവുന്നത്.